മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന് സമീപമുള്ള എല്ലോറ കേവ്സ് എന്ന പുരാനിർമ്മിതിയുടെ സമീപത്ത് നിൽക്കുകയാണ് ഞാൻ. നിരവധിയായ ഗുഹകളും അവയ്ക്കുള്ളിലെ ക്ഷേത്രങ്ങളുമെല്ലാമുള്ള ഒരു പ്രദേശം. വലിയൊരു പാറക്കെട്ടാണിത്. അതിലെ ഓരോ കാഴ്ചകളും കണ്ടു നടന്നു. എല്ലോറയിലെ കേവ് നമ്പർ 2 സമീപത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്നാമത്തേത് മുതൽ 12 വരെയുള്ള ഗുഹകൾ ബുദ്ധമതക്കാരുടേതാണ്. 2ാം നമ്പർ ഗുഹയ്ക്കകത്ത് കയറി ചെന്നു. 27.5 മീറ്റർ നീളവും 20 മീറ്റർ വീതിയുമുള്ള ഒരു ഗുഹയാണിത്. 8ാം നൂറ്റാണ്ടിലാണ് ഇത് കൊത്തിയുണ്ടാക്കിയത്. വലിയൊരു ബുദ്ധവിഹാരമാണ് ഇതിനുള്ളിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂറ്റൻ തൂണുകൾ പുറത്തുവച്ച് കൊത്തിയുണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതല്ല ഇതൊന്നും. ഒറ്റപ്പാറയിൽ നിന്ന് കൊത്തി മിനുക്കിയെടുത്തതാണ്. വലിയൊരു വരാന്തയും ഹാളിന്റെ ഇരുവശത്തുമായി പല ചേംബറുകളും ശ്രീകോവിലുമെല്ലാം ഉണ്ടായിരുന്നു ഇതിൽ. ബുദ്ധന്റെ വിവിധ ഭാവങ്ങളിലുള്ള ശില്പങ്ങളും ബുദ്ധമത വിശ്വാസപ്രകാരമുള്ള ദേവതകളുമെല്ലാം ഇവിടുത്തെ തൂണുകളിലും ഭിത്തികളിലും കൊത്തിവെച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ 1 മുതൽ 5 വരെയുള്ള ഗുഹകളാണ് ഈ അടുത്തടുത്തായി കാണുന്നത്. 5ാം നൂറ്റാണ്ടിനും 7ാം നൂറ്റാണ്ടിനുമിടയിൽ നിർമ്മിച്ചവയാണ് ഇവയിൽ മിക്കതും. അനേകം ശില്പികളുടെ എത്രയോ ദിവസങ്ങൾ നീണ്ടുനിന്ന അധ്വാനത്തിന്റെ ഫലമാണ് ഓരോ ഗുഹകളും. ഈ ഗുഹകളിൽ നിന്നും പല ശിലാലിഖിതങ്ങളും ഗവേഷകർ കണ്ടെടുത്തിട്ടുണ്ട്. ഓരോ ഗുഹകളിലും വസിച്ചിരുന്ന പ്രമുഖ സന്യാസിമാരുടെ പേരുകളും ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് സംഭാവന നൽകിയവരുടെ പേരുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഓരോ ഗുഹയും സന്യാസിമാരുടെ താമസയിടങ്ങളും പഠനശാലകളുമൊക്കെ ആയിരുന്നെങ്കിലും അതോടൊപ്പം ഓരോ ക്ഷേത്രവും ഉണ്ടായിരുന്നു. ഗുഹയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെയൊരു ശ്രീകോവിലുമുണ്ടാകും. അതിൽ ബുദ്ധഭഗവാന്റെ വിഗ്രഹവും. പ്രാചീന ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ കാണുന്ന തരം കൊത്തുപണികൾ തന്നെയാണ് ഇതിലും നടത്തിയിരിക്കുന്നത്. അത് കണ്ടു നടന്ന് ഇപ്പോൾ 6ാം നമ്പർ ഗുഹയുടെ അടുത്തെത്തിയിരിക്കുന്നു. വേലിയും ഗേറ്റുമൊക്കെയായി സംരക്ഷിച്ചിട്ടുണ്ട് പല ഗുഹകളും. ഇതും ഒരു ബുദ്ധവിഹാരമായിരുന്നു. 7ാം നൂറ്റാണ്ടിലായിരുന്നു നിർമ്മാണം. താരാദേവിയുടെ വലിയൊരു വിഗ്രഹമാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ. സമീപം ബുദ്ധന്റെ ശില്പവുമുണ്ട്. ഇതിലെ ബുദ്ധപ്രതിമയ്ക്ക് 3 ആൾ പൊക്കമുണ്ട്. ബുദ്ധമത വിശ്വാസപ്രകാരമുള്ള മോഹമയൂരി എന്ന ദേവതയുടെ മികച്ച രീതിയിലുള്ള ഒരു ശില്പം കണ്ടെത്തിയിരിക്കുന്നത് 6ാം നമ്പർ ഗുഹയിൽ നിന്നുമാണ്. വിജ്ഞാനത്തിന്റെ ദേവതയാണ് മോഹമയൂരി. ഹൈന്ദവ സങ്കല്പത്തിലെ സരസ്വതിക്ക് തുല്യയായ ബുദ്ധദേവത. വലിയ അളവിൽ കല്ല് വെട്ടിമാറ്റിയിട്ടാണ് ഈ ഗുഹകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലോറ ഗുഹകളിൽ നിന്ന് ആകെ 80 ലക്ഷം ടൺ കല്ല് നീക്കം ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഏകദേശ കണക്ക്. ഈജിപ്തിൽ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് നിർമ്മിക്കാൻ ആവശ്യമായി വന്ന കല്ലിനേക്കാൾ കൂടുതലുണ്ട് അത്. എന്നാൽ അതിശയകരമായ ഒരു വസ്തുത, ഈ ഗുഹകളിൽ നിന്നും വെട്ടിയെടുത്ത കല്ല് ഇതിനടുത്ത പ്രദേശങ്ങളിൽ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പല നിലകളിലായിട്ടാണ് എല്ലോറ ഗുഹകൾ. താഴത്തെ നിലയിലെ ഗുഹയിൽ നിന്നാണ് മുകളിലെ നിലയിലേക്കുള്ള പടിക്കെട്ടുകൾ. ബുദ്ധമത വിശ്വാസപ്രകാരമുള്ള ഏതാണ്ട് എല്ലാ ദേവതകളും ബുദ്ധന്റെ പ്രശസ്തമായ എല്ലാ ഭാവങ്ങളും ഇവിടുത്തെ ഗുഹകളിൽ കൊത്തിവെച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പല ഗുഹകളിൽ നിന്ന് ഭൂമിക്കടിയിലേക്ക് തുരങ്കങ്ങളും വെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അവിടേക്കിപ്പോൾ ഇറങ്ങാൻ കഴിയില്ല. എല്ലോറയുടെ ചുവട്ടിൽ ഒരു ഭൂഗർഭ നഗരമുണ്ടായിരുന്നുവെന്നാണ് ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു വിശ്വാസം. മനുഷ്യരും നാഗങ്ങളും കന്നുകാലികളുമെല്ലാം ഇവിടുത്തെ ഭൂഗർഭ നഗരത്തിൽ വസിക്കുന്നതായി ചില ലിഖിതങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 6ാമത്തെ ഗുഹയാണിത്. വശങ്ങളിൽ പല പല മുറികൾ കാണാം. സന്യാസിമാർ താമസിച്ചിരുന്ന മുറികളാണ് ഓരോന്നും. മുതിർന്ന സന്യാസിമാർക്കുള്ള സ്വകാര്യ മുറികൾ. എവിടെയുമുണ്ട് ശില്പങ്ങൾ. ഗുഹയ്ക്കുള്ളിൽ മാത്രമല്ല, പുറത്ത് പാറയുടെ വശങ്ങളിലും ദേവപ്രതിമകൾ കൊത്തിവെച്ചിരിക്കുന്നു. അടുത്തതായി ചെല്ലുന്നത് 10ാം നമ്പർ ഗുഹയുടെ സമീപത്തേക്കാണ്. 2 നിലകളുള്ള വലിയൊരു ഗുഹയാണിത്. ഒരു ബുദ്ധ മൊണാസ്ട്രിയും പ്രമുഖമായൊരു ബുദ്ധക്ഷേത്രവും ഇതിലുണ്ടായിരുന്നു. ഇതും 7ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. കുറെ കൂടി മനോഹരമാണ് ഈ ഗുഹ. നിരവധിയായ കൊത്തുപണികൾ ഇതിലുണ്ട്. ഗവേഷകരെ അതിശയിപ്പിച്ച ഒരു ഗുഹ കൂടിയാണിത്. ആ ഗുഹയിലേക്ക് ഞാൻ കയറി ചെന്നു. ആദ്യ നിലയ്ക്ക് തന്നെ ഏതാണ്ട് 2 നിലയുടെ ഉയരമുണ്ട്. നടപ്പന്തൽ പോലെ പാറയിൽ കൊത്തിയുണ്ടാക്കിയ ഒരു നിർമ്മിതി. അതിന്റെ അങ്ങേയറ്റത്ത് ഒരു ബുദ്ധപ്രതിമ.
ഗവേഷകർ കത്തീഡ്രൽ എന്നാണ് ഈ ഭാഗത്തിന് പേരിട്ടിരിക്കുന്നത്. 15 അടി ഉയരമുണ്ട് ഇതിനു മധ്യത്തിലുള്ള ബുദ്ധപ്രതിമയ്ക്ക്. അനേകം കൊത്തുപണികളാലും ശില്പങ്ങളാലും ചിത്രത്തൂണുകളാലും അലങ്കൃതമായതിനാൽ 10-ാം നമ്പർ ഗുഹയ്ക്ക് വിശ്വകർമ്മ കേവ് എന്ന വിശേഷണമുണ്ട്. മെയിൻ ഹാളിൽ നിന്നും ഇരുഭാഗത്തേക്കുമായി 8 സെല്ലുകൾ പ്രത്യേകമായി നിർമ്മിച്ചിരിക്കുന്നു. നേരത്തെ താഴെ നിന്ന് കണ്ടതുപോലെയല്ല. അതിബൃഹത്തും കൊട്ടാര സമാനവുമാണ് ഗുഹകളിൽ പലതും. കാലപ്പഴക്കത്താൽ ചില ഭാഗങ്ങളൊക്കെ അടർന്നു പോയിട്ടുണ്ടെങ്കിലും 1300 വർഷം മുൻപ് ജീവിച്ചിരുന്നവരുടെ കരവിരുത് പൂർണ്ണമായും ഇതിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. 10-ാം നമ്പർ കേവിന്റെ പുറം ഭാഗമാണിത്. എല്ലോറയിലെ ബുദ്ധഗുഹകളിൽ ഒരു മ്യൂസിക് ചേംബർ ഉള്ളത് ഈ 10-ാം നമ്പർ ഗുഹയിലാണ്. സന്യാസിമാർക്കു വേണ്ടി സംഗീതം അവതരിപ്പിക്കുന്നതോ സന്യാസിമാർ തന്നെ സംഗീതം അവതരിപ്പിച്ചിരുന്നതോ ആയ ചേംബറാണ് അതെന്ന് കരുതപ്പെടുന്നു. ശബ്ദം പ്രതിധ്വനിക്കാത്ത വിധം പ്രത്യേക രീതിയിലാണ് അതിന്റെ രൂപകൽപ്പന. അതിനടുത്തു നിന്നും ഞാൻ 11-ാം നമ്പർ ഗുഹയുടെ സമീപത്തേക്ക് നടന്നു. ഈ ഗുഹ ഒരു വിദ്യാലയമായിരുന്നു. താഴെ നിന്ന് കാണുമ്പോൾ പുതിയ കാലത്തെ ഒരു വിദ്യാലയത്തിന്റെ മട്ടും ഭാവവുമുണ്ട്. പുതുതായി എത്തുന്ന ബാലന്മാർക്ക് ബുദ്ധമാർഗം പഠിക്കാനുള്ള ഇടമായിരുന്നു അത്. ഏതാണ്ട് അതേ രൂപം തന്നെയാണ് 12-ാം നമ്പർ ഗുഹയ്ക്കും. അതിനാൽ ഞാൻ ആ ഗുഹ കാണാൻ തീരുമാനിച്ചു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നേരത്തെ കണ്ട 11-ാം ഗുഹയിലെ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ താമസിച്ചിരുന്ന ഇടമാണ് ഇവിടെയുള്ളത്. ഒരു ഹോസ്റ്റൽ. നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഇത്തരം ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വലിയൊരു പാറയെ കൃത്യമായി വെട്ടിമുറിച്ചാണ് ഗുഹ നിർമ്മിച്ചിരിക്കുന്നത്. അതിനൊരു കവാടവുമുണ്ട്. ഈ ഗേറ്റ് അടച്ചാൽ കുട്ടികൾക്കൊന്നും പുറത്തു പോകാൻ കഴിയില്ല. ഈ മുറ്റവും പിന്നിലെ കെട്ടിടവുമെല്ലാം ഒറ്റപ്പാറയിൽ കൊത്തി ഉണ്ടാക്കിയതാണെന്ന് ഓർക്കണം. ഹോസ്റ്റലിന് മുറ്റം മാത്രം നിർമ്മിക്കാൻ എത്ര കാലത്തെ അധ്വാനം വേണ്ടി വന്നിരിക്കാമെന്ന് ആലോചിക്കുക. പാറ വെട്ടിമാറ്റിയെടുത്തതാണ് മുറ്റം. ആധുനിക കാലത്തെ ഒരു കെട്ടിടം പോലെയുണ്ട് ഹോസ്റ്റൽ കെട്ടിടം. ഇങ്ങനെ കാണുമ്പോൾ അത് ഒറ്റപ്പാറയിൽ വെട്ടിയുണ്ടാക്കിയതാണെന്ന് ഒരു വേള വിസ്മരിച്ചു പോകുന്നു. വെറുതെ കല്ലുവെട്ടി ഗുഹയുണ്ടാക്കിയിരിക്കുകയല്ലെന്നും അതിന് കൃത്യമായ രൂപരേഖയും ചിട്ടകളും ഉണ്ടായിരുന്നുവെന്നുമാണ് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. ഇനി അങ്ങോട്ട് ഹിന്ദുമതക്കാരുടെ ഗുഹാക്ഷേത്രങ്ങളാണ്. 13 മുതൽ 29 വരെയുള്ളവയാണ് ഹിന്ദു ഗുഹകൾ. അത് ഇവിടെ തുടങ്ങുന്നു. ഏതോ നാടുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സംഘങ്ങൾ ഇപ്പോഴും ഗുഹകൾ ഓരോന്നും കണ്ടു നടക്കുന്നുണ്ട്. അവർക്കിത് പഠനയാത്രയാണ്. മഹാരാഷ്ട്രയുടെ ഉൾനാടുകളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംഘങ്ങളെയും കാണാം. അഭിനന്ദനീയമായ കാര്യം തന്നെയാണത്. ഇത്രയും പ്രായമുള്ള സ്ത്രീകൾ ചരിത്ര സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു. ഇവിടെ നിന്നും ഒരു പടിക്കെട്ടിന് മുകളിലായി കാണുന്നത് 15-ാം നമ്പർ ഗുഹയാണ്. അതും ഹിന്ദു ക്ഷേത്രം തന്നെ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതി കൈലാസ ക്ഷേത്രമാണ്. അതിന്റെ കാഴ്ച മുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരിടത്തേക്ക് നടന്നു. എല്ലോറയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ആദ്യം ഞാൻ ആ ക്ഷേത്രമാണ് കണ്ടിരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഇതാണ് കാഴ്ച. വലിയൊരു ക്ഷേത്രനഗരം പോലെയുണ്ട്. ഒരൊറ്റപ്പാറയിൽ കൊത്തിയെടുത്തതാണ് ഇതെന്നോർക്കുക. കല്ലുകൾ അടുക്കി പണിതതല്ല. പാറക്കെട്ടിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കാർവ് ചെയ്ത് കളഞ്ഞ് ഉണ്ടാക്കിയെടുത്തതാണ്. എത്ര ഭാവനയും ആസൂത്രണവും ഉണ്ടെങ്കിലാണ് വലിയൊരു പാറയെ ഈ വിധം കാർവ് ചെയ്തുണ്ടാക്കാനാവുക. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ നിർമ്മിതികളിലൊന്നാണ് ഈ കൈലാസ ക്ഷേത്രം. ഇന്ത്യൻ റോക്ക് കട്ട് ആർക്കിടെക്ചറിന്റെ ക്ലൈമാക്സ് എന്നാണ് കൈലാസ ക്ഷേത്രം ആഗോള വാസ്തുശില്പികൾക്കിടയിൽ അറിയപ്പെടുന്നത്. 32.5 മീറ്റർ ഉയരമുള്ള ഒരു നിർമ്മിതിയാണത്. കൃത്യമായ ഒരു ഗ്രൗണ്ട് പ്ലാനോടെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഇവിടെ നിന്നാൽ മനസ്സിലാവും. ഇത്തരം ക്ഷേത്രങ്ങൾ ഇവിടെ വരാൻ ഒരു കാരണമുണ്ട്. ബസാൾട്ട് ശിലയാണ് ഈ മലയിലേത്. വിള്ളലോ പൊട്ടലോ ഉണ്ടാവാത്തതും വെട്ടിയെടുക്കാൻ എളുപ്പമുള്ളതുമായ ശില. സൂക്ഷ്മമായ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കാനും സാധിക്കും. ഈ ക്ഷേത്രങ്ങളൊന്നും നിർമ്മിച്ച ശില്പികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എല്ലോറ ഗുഹകളുടെ പരിസരമൊക്കെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു. നല്ല ലൂണുകളും കല്ലുപാകിയ നടപ്പാതകളുമെല്ലാമായി മനോഹരമായൊരു പ്രദേശം. ഞാൻ കൈലാസ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ തീരുമാനിച്ചു. ഭീമാകാരമുള്ള ക്ഷേത്രം. ക്ഷേത്രങ്ങളുടെ ഒരു കോംപ്ലക്സ് തന്നെയാണിതെന്ന് പറയാം. എല്ലോറ ഗുഹാ സമുച്ചയത്തിലെ ഏറ്റവും വലിയ നിർമ്മിതി ഈ കൈലാസ ക്ഷേത്രമാണ്.
10-20 വർഷങ്ങൾ കൊണ്ട് പൂർത്തിയായ ഒരു ക്ഷേത്രമല്ലിത്. ചില ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ഏതാണ്ട് 200 വർഷത്തോളം ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ജോലികൾ തുടർന്നു പോയിരുന്നു എന്നാണ്. 10 തലമുറകൾ തന്നെ ഇതിനായി പണിയെടുത്തിട്ടുണ്ടെന്നും പ്രധാന ക്ഷേത്രഭാഗത്തിന്റെ നിർമ്മാണത്തിന് 20 വർഷം എടുത്തെന്ന് മറ്റൊരു രേഖയുമുണ്ട്. ക്ഷേത്രത്തിനകത്തു കയറുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ശിലയിൽ രചിച്ച ഒരു മഹാകാവ്യം തന്നെയാണ് ഇത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കടന്നു ചെല്ലുമ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ശില്പമാണ് കാണുന്നത്. അതിന്റെ ഇരുവശങ്ങളിലുമായി 2 സ്തംഭങ്ങൾ. പഴയകാലത്ത് രാജാക്കന്മാർ യുദ്ധവിജയങ്ങളുടെയും മറ്റും സ്മാരകമായി പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന വിക്ടറി പില്ലേഴ്സിന്റെ അതേ സ്വഭാവമാണ് ഇവിടെയുള്ള സ്തംഭങ്ങൾക്കും. അത് ഇവിടെ സ്ഥാപിക്കാനുള്ള കാരണമെന്താണെന്ന് വ്യക്തമല്ല. ക്ഷേത്രത്തിന്റെ വലതുവശത്തുള്ള മുറ്റമാണിത്. ഈ മുറ്റത്തുകൂടി അങ്ങേയറ്റം വരെ പോയി ഇടതുവശത്തെ മുറ്റത്തുകൂടി തിരികെ എത്താനാണ് എന്റെ പദ്ധതി. ഇവിടെ ഒരു ആനയുടെ ശില്പം പാതി തകർന്ന അവസ്ഥയിലുണ്ട്. ഇത്തരത്തിലുള്ള 2 വമ്പൻ ആനകൾ ക്ഷേത്രത്തിന്റെ ഇരുഭാഗത്തുമായി ഉണ്ടായിരുന്നു. ആനശില്പം കഴിഞ്ഞാലുടനെ ആ വലിയ സ്തംഭം. ഇതും 2 ഭാഗത്തുമുണ്ട്. ആ സ്തംഭങ്ങളുടെ നടുക്കാണ് ക്ഷേത്രം. ധാരാളം കൊത്തുപണികളോട് കൂടിയ വിജയസ്തംഭമാണ്. ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടമൊക്കെ വളരെ സജീവമായിരുന്നൊരു കാലമുണ്ടായിരുന്നെന്ന് ഓർക്കണം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണത്. രാഷ്ട്രകൂട രാജാക്കന്മാരുടെ കാലത്ത് കൃഷ്ണ 1-ാമൻ രാജാവാണ് കൈലാസ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഉത്തരവിട്ടതെന്ന് ചില രേഖകളുണ്ട്. വഡോദര ചെമ്പോലകൾ എന്നറിയപ്പെടുന്ന പുരാലിഖിതങ്ങളിൽ നിന്നുമാണ് അതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിന് ചുറ്റോടു ചുറ്റും ആന, വ്യാളി, സിംഹം, ആട് തുടങ്ങിയവയുടെയൊക്കെ വലിയ ശില്പങ്ങളുണ്ട്. വളരെ നീളത്തിൽ കിടക്കുകയാണ് ക്ഷേത്രമുറ്റം. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള പാറക്കെട്ടിൽ ഇതുപോലുള്ള ഭാഗങ്ങളുണ്ട്. മണ്ഡപങ്ങളും മുറികളും. ക്ഷേത്രത്തിലെത്തുന്ന തീർത്ഥാടകർക്കുള്ള സത്രങ്ങളോ പൂജാരിമാരുടെ വാസയിടങ്ങളോ ഭക്തരുടെ വിശ്രമയിടങ്ങളോ ആയിരുന്നിരിക്കാം പാറകളിൽ കൊത്തിയുണ്ടാക്കിയ മുറികൾ. ക്ഷേത്രത്തിന്റെ വശങ്ങളിൽ നിരവധി കോവിലുകളുണ്ട്. അവയിലെല്ലാം അനേകം ശില്പങ്ങളും. അജന്തയും എല്ലോറയും ഒരുമിച്ചാണ് വിവക്ഷിക്കപ്പെടുന്നതെങ്കിലും അവ തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട്. എല്ലോറയിലെ ക്ഷേത്രങ്ങളിൽ കൂടുതലും കാണുന്നത് കൊത്തുപണികളും വലിയ ശില്പങ്ങളുമാണ്. എന്നാൽ അജന്തയിൽ കൂടുതലായുള്ളത് ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സൗന്ദര്യം എല്ലോറയിലെ ഗുഹകൾക്ക് തന്നെ. ഈ ശില്പങ്ങൾക്ക് പ്രത്യേകമായൊരു ഗാംഭീര്യം തന്നെയുണ്ടല്ലോ. മഹത്തായ ഒരു അത്ഭുതം തന്നെയാണ് ഈ നിർമ്മിതി. പലരും പുരാതന ലോകാത്ഭുതങ്ങളിൽ 8-ാമത്തേതെന്ന് എല്ലോറയിലെ കൈലാസ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഇടതുവശത്തെ നീളൻ മണ്ഡപം ഇവിടെ നിന്ന് കാണാം. അതിനുള്ളിൽ ആളുകൾക്ക് താമസിക്കാനുള്ള ഇടങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ചുറ്റോടു ചുറ്റുമുണ്ട് പാറക്കെട്ടിൽ നിരന്ന തൂണുകളുള്ള മണ്ഡപവും അതിനു പിന്നിൽ അനേകം മുറികളും. ഒരേ രൂപമുള്ള ഒരേ വലിപ്പമുള്ള തൂണുകൾ. ഇവിടെയാണ് ഇതിന്റെ നിർമ്മാണത്തിലെ ചാരുത പ്രകടമാകുന്നത്. നിരവധി ആനകളുടെ ശില്പങ്ങൾ ഒരു ഭാഗത്ത്. പലതിന്റെയും തുമ്പിക്കൈയും മുൻകാലുകളും അടർന്നു പോയിരിക്കുന്നു. എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടെ നിൽക്കുന്നവയാണല്ലോ ഇതെല്ലാം. ഔറംഗസേബിന്റെ കാലത്ത് മുഗൾ സൈന്യത്തിലെ 1000 പേരെ ഈ ക്ഷേത്രം തകർക്കാനായി അയച്ചിരുന്നെന്നും കല്ലുകൾക്ക് കാര്യമായ തകരാറുണ്ടാക്കാനാവാതെ അവർ മടങ്ങുകയായിരുന്നെന്നും ചില കഥകളുണ്ട്. മണ്ഡപത്തിന്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. വലിയൊരു കെട്ടിട കോംപ്ലക്സ് പോലെയുണ്ടത്. അതിന്റെ ഒരു ഭാഗത്ത് അകത്ത് കയറി നിൽക്കുമ്പോൾ ക്ഷേത്രം ഈ വിധമാണ് കാണാനാവുക. ഞാൻ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്താണ് ഇപ്പോഴുള്ളത്. നേരത്തെ കയറി വന്നപ്പോൾ കണ്ട ഇടതുവശത്തെ ഭാഗത്തുകൂടി ഇനി പുറത്തേക്ക് നടക്കുകയാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. ഇന്ത്യ ലോകത്തിനു മുൻപിൽ വയ്ക്കുന്ന ഒരു മഹാത്ഭുതം തന്നെയാണ് എല്ലോറയിലെ ഈ കൈലാസ ക്ഷേത്രം. മലയാളികൾക്ക് ഇവിടെയൊന്നു വന്ന് കണ്ടിട്ട് പോകാൻ വലിയ ചെലവൊന്നുമാകില്ല. ട്രെയിനിൽ വരാം. ഇതെല്ലാം ഒന്ന് നേരിൽ വന്ന് കണ്ടിരിക്കേണ്ടതു തന്നെയാണ്. സന്ദർശകർ മണ്ഡപങ്ങളിലും ഹാളുകളിലും നടപ്പുരകളിലുമെല്ലാം കയറിയിറങ്ങി നടക്കുന്നു. ചരിത്രകാരന്മാരുടെ ഇതുവരെയുള്ള കണ്ടെത്തൽ പ്രകാരം കൈലാസ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്
രാഷ്ട്രകൂട രാജാവായിരുന്ന കൃഷ്ണ ഒന്നാമനാണ്. AD 756 മുതൽ AD 773 വരെയായിരുന്നു നിർമ്മാണകാലം. രാഷ്ട്രകൂടത്തിന് പ്രത്യേകമായ ഒരു ക്ഷേത്ര നിർമ്മാണ ശൈലി ഉണ്ടായിരുന്നു. അത് ഈ ക്ഷേത്രത്തിലും കാണാവുന്നതുകൊണ്ടാണ് കൃഷ്ണ ഒന്നാമൻ രാജാവിന്റെ കാലത്തെ നിർമ്മിതിയാണിതെന്ന് ഉറപ്പിച്ചത്. ഇതിനടുത്തുള്ള പല ഹൈന്ദവ ക്ഷേത്രങ്ങളും പൂർണ്ണമായും പല്ലവ ചാലൂക്യ ശൈലികളിലുള്ളവയാണ്. കൈലാസ ക്ഷേത്രം എന്നത് പുരാതനമായ പേരൊന്നുമല്ല. ഇതൊരു ശിവക്ഷേത്രമാണെന്ന് കണ്ടെത്തിയ വേളയിൽ ഗവേഷകരാണ് അങ്ങനെ ഒരു പേര് നൽകിയത്. മറുഭാഗത്ത് കണ്ടതുപോലെയുള്ള ഒരു ആനപ്രതിമ ഇവിടെ അടുത്തുണ്ട്. അത് അധികം തകർന്നിട്ടില്ല. ഇവിടെ ക്ഷേത്രത്തിന്റെ മുകൾ നിലകളിലേക്കും കയറി ചെല്ലാം. ഈ വാതിലിലൂടെ കടന്ന് പടവ് കയറിയാണ് ഓരോ നിലകളിലേക്കും പോകുന്നത്. ചിലയിടങ്ങളിൽ പാറയിലെ കൊത്തുപണികളിൽ പെയിന്റിംഗ് നടത്തിയിരിക്കുന്നത് കാണാം. 18ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെയുള്ള പെയിന്റിംഗ് നടക്കുന്നത്. ഇൻഡോറിലെ റാണിയായിരുന്ന അഹല്യാബായ് ഹോൾക്കർ ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി വലിയ സംഭാവനകൾ നൽകിയിരുന്നു. അവരാണ് ക്ഷേത്രം പെയിന്റ് ചെയ്ത് മനോഹരമാക്കാനുള്ള നിർദ്ദേശം നൽകിയതത്രേ. പിന്നീട് 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ ക്ഷേത്രത്തിനുമേൽ പലയിടത്തും പെയിന്റ് അടിച്ചിരുന്നു. ഇതിലെ നടക്കുമ്പോൾ ശില്പങ്ങൾ കണ്ടു മടുക്കും. അനവധിയായ ശില്പങ്ങൾ, ഹൈന്ദവ ദേവതകളും പുരാണ കഥാസന്ദർഭങ്ങളും സാധാരണ ജീവിതത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളുമെല്ലാം ഇതിൽ ശില്പങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ട്. ശിവപുരാണത്തിലെ കഥകൾക്കും സന്ദർഭങ്ങൾക്കുമാണ് പ്രാധാന്യം. പല്ലവരുടെയും ചാലൂക്യരുടെയും ഭരണകാലത്ത് ഇവിടെ കുറേ ശില്പങ്ങൾ കുത്തിയിരുന്നു. അതായത് ക്ഷേത്രം നിർമ്മിതമായതിനു ശേഷം എത്രയോ നൂറ്റാണ്ടുകൾ പിന്നെയും ഇതിലെ കൊത്തുപണികളും ശില്പവേലകളും തുടർന്നിരുന്നു. മുറ്റത്തിനപ്പുറത്തെ പാറക്കെട്ട് ഒരു മല പോലെ നിൽക്കുകയാണ്. 82 മീറ്റർ നീളവും 46 മീറ്റർ വീതിയുമുള്ളതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന കോർട്ട്യാർഡ്. ഇടതുഭാഗത്തും ഇത്തരത്തിൽ ഒരു സ്തംഭമുണ്ട്. നേരത്തെ വലതുഭാഗത്ത് കണ്ട അതേ രൂപത്തിലുള്ള ഒരു കീർത്തി സ്തംഭം. അത് പിന്നിട്ട് ഞാൻ നടന്നു. ഇവിടെ നിന്നും ഇനി പുറത്തേക്കിറങ്ങുകയാണ്. ഇപ്പോഴും ധാരാളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളും സാധാരണക്കാരും വിദേശികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് ഇവിടെ വന്നു നിറയുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികൾ പഠനയാത്രയ്ക്കെത്തുന്ന ഒരു പ്രധാന ഇടമാണ് അജന്തയും എല്ലോറയും. ഇവിടെ നിന്നും ഇനി ജൈന ക്ഷേത്രങ്ങളുടെ കോംപ്ലക്സിലേക്ക് പോകാനാണ് എന്റെ തീരുമാനം. അത് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ്. അവിടേക്ക് പോകാൻ ഇത്തരം ഗോൾഫ് കാർട്ടുകളുണ്ട്. ഇവരാണ് അതിന്റെ ടിക്കറ്റ് വിൽക്കുന്നത്. 30 രൂപയാണ് നിരക്ക്. അടുത്ത വണ്ടി വരുമ്പോൾ പോകാമെന്ന് തീരുമാനിച്ചു. ആദ്യത്തെ വണ്ടി കടന്നുപോയി. ഏതാണ്ട് 10 മിനിറ്റ് ഇടവിട്ട് ഗോൾഫ് കാർട്ട് സർവീസ് ഉണ്ട്. അടുത്ത വണ്ടി എത്തി. ഞാൻ അതിലേക്ക് ചെന്ന് കയറി. മുൻ സീറ്റിൽ തന്നെ സ്ഥാനം പിടിക്കുകയും ചെയ്തു. താമസിയാതെ അത് പുറപ്പെടുകയായി. അകലെ കൈലാസ ക്ഷേത്രം കാണാം. ഏതാണ്ട് 2 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് എല്ലോറ ഗുഹാ സമുച്ചയം. 100 ഗുഹകളുണ്ടെങ്കിലും അതിൽ 34 എണ്ണം മാത്രമാണ് സന്ദർശകർക്ക് കാണാവുന്ന വിധമുള്ളത്. മറ്റു പല കേവുകളും അത്തരത്തിൽ ഒരുക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചിലതാകട്ടെ തകർന്നടിഞ്ഞു പോയിട്ടുമുണ്ട്. വാഹനം ജൈന ഗുഹകളുള്ള ഭാഗത്തേക്കെത്തി. ഹിന്ദു, ബുദ്ധ, ജൈന വിഭാഗങ്ങൾ ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കേവ് ടെമ്പിളുകൾ നിർമ്മിക്കപ്പെടുന്നത്. ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിതമായ കാലത്തു തന്നെയാണ് ഇവിടെ ജൈനക്ഷേത്രങ്ങളും ഉണ്ടാവുന്നത്. ഒരു മതം മറ്റൊന്നിനുമേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനു മുൻപ് 3 മതങ്ങളുടെയും ഇത്ര വലിയ ഒരു ക്ഷേത്ര കോംപ്ലക്സ് ഇവിടെ നിർമ്മിതമാവുകയായിരുന്നു. പിന്നീടുള്ള കാലത്ത് പല ബുദ്ധക്ഷേത്രങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളായി മാറുകയും ചെയ്തു. എല്ലോറയിലെ 30 മുതൽ 34 വരെയുള്ള ഗുഹകളാണ് ജൈനക്ഷേത്രങ്ങൾ. അതിൽ 31ാമത്തെ ഗുഹയാണ് വലതുവശത്ത്. 31 നമ്പർ ഗുഹ പിന്നിട്ട് 32ലേക്കാണ് ഇപ്പോൾ ചെല്ലുന്നത്. ജൈനന്മാരിലെ ദിഗംബര വിഭാഗത്തിന്റെ ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. താരതമ്യേന പുതിയ ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് പറയാം. നേരെ മുന്നിൽ ക്ഷേത്ര ശ്രീകോവിൽ. അതിനുള്ളിൽ മഹാവീരന്റെ വിഗ്രഹമുണ്ട്. ഒരു വശത്ത് ഒരു ആനശില്പം, പിന്നെ ഒരു കീർത്തിസ്തംഭം. ശ്രീകോവിലിന് ചുറ്റുമുള്ള പാറക്കെട്ടിൽ നിരവധി ചേംബറുകളുണ്ട്. ഇതാണ് ക്ഷേത്ര ശ്രീകോവിൽ. മഹാവീര വിഗ്രഹത്തിന്റെ മുഖവും കൈകളും കാൽമുട്ടുകളുമൊക്കെ തകർന്നു പോയിരിക്കുന്നു.
എത്രയോ കാലം ആരാധിക്കപ്പെട്ട വിഗ്രഹമാണ്. മുറ്റത്തെ ആനപ്രതിമയുടെ കൊമ്പുകളും തകർന്നിരിക്കുന്നു. പിന്നിൽ ശ്രീകോവിലിനപ്പുറം 2 നിലയുള്ള ഗുഹയാണ്. ഒരു നീളൻ വരാന്തയും അതിനു പിന്നിൽ മുറികളുമെല്ലാം ഇതിനുമുണ്ട്. നേരത്തെ ബുദ്ധ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കണ്ട രീതിയിൽ തന്നെയാണ് ഈ ഗുഹാക്ഷേത്രത്തിന്റെയും നിർമ്മാണം. കൈലാസ ക്ഷേത്രത്തിനോളം സൗന്ദര്യം ഇതിനില്ലെന്ന് പറയാം. ഇവിടെയും ചുമരുകളിൽ ശില്പങ്ങളുണ്ട്. മാതംഗ, അംബിക തുടങ്ങിയ ജൈനദേവന്മാരുടെ ശില്പങ്ങളാണത്. ആനകൾ ഇവിടെയും പ്രിയപ്പെട്ടതു തന്നെ. 11-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കൊത്തുപണികളിലെ സൂക്ഷ്മത കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. വശങ്ങളിൽ നീളൻ കെട്ടിടം പോലുള്ള ഗുഹകളുടെ വരാന്ത ഈ വിധമാണ്. ജൈന വാസ്തുവിദ്യയുടെയും ശില്പകലയുടെയും മികച്ച ഉദാഹരണങ്ങൾ ഇവിടുത്തെ ജൈന ഗുഹാക്ഷേത്രങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഇനി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലോറയിൽ ഇനിയും കാഴ്ചകളുണ്ട്. അവിടങ്ങളിലേക്ക് യാത്ര തുടരണം.